ഈശ്വര ഇനി ഇത് വീട്ടിൽ ഇതൊക്കെ കാണേണ്ടി വരുമോ? കപ്പലിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കുന്നിട്ട് പുസ്തകം കൊണ്ടുവന്നിട്ട് പുസ്തകം മടിയിൽ വെച്ചിട്ട് കടലിൽ നോക്കിയിരുന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കുന്നവളാണ് ഇവൾ. ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മള് കടലിലാണ്, അതായത് അബുദാബിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ കടലിന്റെ നീലക്കടലൊന്നല്ല, കറുത്ത കടലാ. കറുത്ത കടലിന്റെ കാഴ്ചയും കണ്ടോണ്ട് പോവാണ്. ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. ഞങ്ങളുടെ ഡെഡിക്കേറ്റഡ് റെസ്റ്റോറന്റിൽ വന്ന് അവള് പാസ്ത വാങ്ങി ചുരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നോക്കിയ ചോറും ചിക്കൻ കറിയും. ഇതൊരു വെറൈറ്റി. നമ്മള് ഇന്ത്യൻസ് ആണെന്ന് കണ്ടിട്ട് കൊടുത്തു വിട്ടാവും. കത്തിയും ഫോർക്കൊക്കെ ഉപയോഗിച്ച് ഒരാള് ചോറ് തിന്നു. കൈയിട്ട് വാങ്ങല്ല. കറിയില് ഗ്രേവി ഇല്ല. നിങ്ങൾക്ക് നല്ല വറുത്തരച്ച ചിക്കൻ കറിയും ചോറും തരൂര് നോക്കിയിരുന്നോ? എനിക്കൊരു പാസ്ത വന്നിട്ടുണ്ട് വിത്ത് മസിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മസിൽസിനെ കാണുന്നുള്ളൂ. പക്ഷെ ഇന്നലെ അക്ഷയ ഓർഡർ ചെയ്ത ഫുഡ് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കാണാം, സൂപ്പർ ഫുഡായിരുന്നു അത്. പിന്നെ ഈ റെസ്റ്റോറന്റിൽ മലയാളി സ്റ്റാഫ് ഉണ്ട് കേട്ടോ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്നോ ഒരു മലയാളി ശബ്ദം കേൾക്കുന്ന പോലെ നോക്കുമ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഞാനിവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന നോക്കിയിരിക്കുകയായിരുന്നു. ഈ ക്രൂസിന്റെ ഉള്ളിലത്തെ ഒരു ഫുട്ബോൾ കോർട്ടാണ്. അക്ഷയ്ക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് അത്ര. ഇതിലെ ഓരോ അവറിലും ഓരോ ഇവന്റ് നടക്കുന്നുണ്ടാവും, ഓരോ ഏരിയകളിലായിട്ട്. അവിടെ ഒരു ക്രാഫ്റ്റിന്റെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട് അത്ര. പോവാ കിട്ടിയാ? ആ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ മണിക്കൂറിലും ഓരോ സ്ഥലങ്ങളിൽ ഓരോ ടൈപ്പ് ഇവന്റ് ഉണ്ടാവും. ഇത് ആറ്റിക് ക്ലബ്, അവിടെയാണ് ഇപ്പൊ ഇവരുടെ പ്രോഗ്രാം നടക്കാൻ പോണെ. അങ്ങനെ അക്ഷയ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ പഠിക്കാൻ പോവാണ്. രാവിലെ ഒരു ക്ലാസ് ഇവർക്ക് മിസ്സായി പോലും, എന്നിട്ട് ഇതിന് വേണ്ടിട്ട് വന്നേക്കാ. ഇതെന്താ കിരീടം ഉണ്ടാക്കാൻ പോണേ? നമ്മള് പഠിച്ചുണ്ടാക്കിട്ടൊക്കെ വാട്ടാ. അതിന്റെ നേരെ ഇപ്പുറത്ത് ഒരു അടിപൊളി ബാറ്, ഒരു ഓപ്പൺ ഡെക്കിലുള്ള ബാറ്. ഇത് ഷിപ്പിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ചെറിയ പൂളാണ്. അപ്പുറത്തെ സൈഡിൽ വലിയ പൂളുണ്ട്. ഇവിടെയും ആളുകൾ ഇങ്ങനെ ഉണക്കാനിട്ട പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷിപ്പ് ഇപ്പൊ മൂവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അഗാധമായ കടല് നോക്കിയേ. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ചെറിയ പൂളാണ്. അപ്പുറത്തെ സൈഡിൽ, അതായത് ഇതേ ഷിപ്പിന്റെ അനദർ എൻഡില് വലിയ പൂളാണ് ഉള്ളത്. കണ്ടോ, നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഈ ഒരു അറ്റത്ത് വരുമ്പോഴാണ് നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഫീലെങ്കിലും ചെയ്യുന്നത്. ബാക്കി ഒരു സ്ഥലത്തുനിന്നും ഈ ഷിപ്പ് മൂവ് ചെയ്യുന്നതാണെന്നുള്ളൊരു ഫീൽ പോലും കിട്ടുന്നില്ല. സോ ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ MSC യുറീബിയ. ഒരു ക്രൂയിസ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് നമ്മുടെ 3ാമത്തെ ഡേ ആണ്. 7 nights ഉള്ള ഒരു ട്രിപ്പാണ്. 7 nights and 8 days ഉള്ള ഒരു ട്രിപ്പാണ് നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഖത്തറിൽ നിന്ന് കോസ്മോ ട്രാവൽസ് ആണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് വിട്ടിട്ടുള്ളത്. അവരാണ് ഓർഗനൈസ് ചെയ്ത് തന്നത്. സോ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ക്രൂയിസ് ട്രിപ്പിന്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ എല്ലാ സൺഡേസിലും ഇങ്ങനെ ക്രൂയിസ് ട്രിപ്പുകൾ ഖത്തറിൽ നിന്ന് നടക്കുന്നുണ്ട്. വലിയ വലിയ ക്രൂയിസുകളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ കണക്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ഇഷ്ടംപോലെ റൈഡ്സ് ഒക്കെ ഉള്ള ഒരു ഫുൾ വാട്ടർ തീം പാർക്കാണിത്. ആൻഡ് ഇപ്പുറം ഇതുപോലുള്ള കുറേ റൈഡുകൾ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ തലയും ശരീരവും നനച്ചിട്ട് പോലുമില്ല ഈ ഷിപ്പിൽ കയറിയിട്ട്. കാരണം വെള്ളം മൊത്തത്തിലൊരു ക്ലോറിനേറ്റഡ് വാട്ടർ ആയിരിക്കില്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ അതൊക്കെ. സോ ദിസ് ഈസ് എ വേൾഡ് ഓഫ് സെലിബ്രേഷൻ. ആളുകളെല്ലാം മറന്ന് കുറച്ച് ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ഒരു സ്ഥലം, അതാണ് ക്രൂയിസ് ട്രിപ്പുകൾ. വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു വൈബ് തന്നെയാണ് കേട്ടോ. വൺ ടൈം അല്ല, അതിന് മേലെ ഇഷ്ടംപോലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാവുമല്ലോ. ഞാൻ ഷിപ്പിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് പോവാണ്. ഇത് നമ്മുടെ ക്രൂയിസിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ബിഗ് പൂൾ.
ഇവിടെയാണ് ഇവന്റുകളൊക്കെ നടക്കുക നൈറ്റില്. ന്യൂ ഇയർ ഇവന്റ് ഒക്കെ ആ സ്ഥലത്താണ് നടക്കുക. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കാണുന്നത് എന്തായാലും ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഈ ഷിപ്പിലെ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഗംഭീര ന്യൂ ഇയർ സെലിബ്രേഷനാണ് നടക്കാൻ പോകുന്നത്. ഷിപ്പിൽ നിന്ന് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം വൈഫൈ കുറച്ച് സ്പീഡ് കുറവാന്നുള്ളത്. വൈഫൈ ഉണ്ട്, പക്ഷേ അത് സാറ്റലൈറ്റ് വൈഫൈ അല്ല, അപ്പോൾ സ്പീഡ് വളരെ കുറവാണ്. ഇത് ഇവിടുത്തെ ബിഗ് പൂൾ. നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് വന്നു. ഇത് ഇത്രയും വിശാലമായിട്ടൊരു പൂൾ ഉണ്ട് ഇവിടെ. ഇവർ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ ചാടും, എന്നിട്ട് വന്നിട്ട് കരയിൽ കിടക്കും, പിന്നെയും വെള്ളത്തിൽ ചാടും, കരയിൽ കിടക്കും. ഇത് തന്നെ പരിപാടി. ഞാൻ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് അക്ഷയ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തായി നോക്കാൻ വരിക. ഇവിടെ ആളെ ഇല്ലേ, പോയാ അവളവിടുന്ന് സ്ഥലം വിട്ടു പോലും. എന്തെങ്കിലും ചെയ്തതിന് അമ്മ ബോറടിച്ചിട്ട് പോയാവോ. സ്കൂളിൽ വിട്ട പിള്ളേരെ മാതാപിതാക്കളെ നോക്കാൻ പോകുന്ന പോലെ ഞാൻ അവിടെ വന്നിട്ട് നോക്കി. അപ്പോൾ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. നീ ബോറടിച്ചെനിക്ക് ഇതുണ്ടാക്കാനാ പോയേ. 8 കാലി വലതയ്ക്കുന്ന സാധനമൊക്കെ നീ ഉണ്ടാക്കാൻ പഠിച്ച്. ഈശ്വര, ഇനി ഇത് വീട്ടിൽ ഇതൊക്കെ കാണേണ്ടി വരുമോ? ഇതിപ്പോ എന്താ പഠിച്ചത്? നമ്മള് വല നെയ്യാൻ പഠിച്ചു. ഇനി നമ്മള് സ്പൈഡർമാനാ. ഈ കോഴിത്തൂവലൊക്കെ എടുത്തിട്ടാ അടിപൊളി തന്നെ. ഇനി ഉണ്ടോ ഇതുപോലത്തെ പരിപാടികള്? ഇന്നലെ ഉണ്ടായിരുന്നു. രാവിലത്തെ എനിക്ക് മിസ്സായതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. രാവിലെ എന്താ ഉണ്ടായിരുന്നേ? രാവിലെ വേറൊരു ഫോട്ടോ ഫ്രെയിം സംതിങ് ആയിരുന്നു. പക്ഷെ ഇത് അബുദാബി ടൈം, ബഹറിൻ മാറി അബുദാബി ആയത് ഞാൻ അറിഞ്ഞില്ല. 1 മണിക്കൂർ ലേറ്റായി പോയി. ഞാൻ 9:30 പോകാൻ വേണ്ടി 8:30 എണീറ്റു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് 8:30 ആയിരുന്നില്ല, 9:30 ആയിരുന്നു. എന്റെ വാച്ചിലും ഫോണിലും 8:30. പക്ഷെ ഇവരുടെ സിസ്റ്റം പ്രകാരം 9:30 കഴിഞ്ഞ് രാവിലെ. എന്നാലും കുഴപ്പമില്ല, ഒരു സാധനം പഠിച്ചല്ലോ. അങ്ങനെ അവൾ ക്രൂയിസ് ട്രിപ്പിൽ ആകെപ്പാടെ ചെയ്തൊരു കാര്യമാണ്. ഉറങ്ങലല്ലാണ്ട് ഈ ക്രൂയിസ് ട്രിപ്പിൽ ഉറങ്ങലല്ലാണ്ട് അവൾ ആകെ ചെയ്തൊരു കാര്യം ഇത്. ഞാൻ അവിടെ എത്താൻ ഇച്ചിരി ലേറ്റായി പോയതുകൊണ്ട്, ഇല്ലെങ്കിൽ അക്ഷയ്ക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടുന്നൊക്കെ കാണാറുണ്ട് പോലും. അല്ലെങ്കിലും സൂര്യചേട്ടൻ 4 ആൾ എന്നെ പുകഴ്ത്തുന്ന സീൻ എപ്പോഴും മിസ്സിങ്. അത് എവിടെ അങ്ങനെ തന്നെ. അവര് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഈ സാധനം കണ്ടിട്ട്. ഏതൊക്കെയോ നാട്ടുകാരെ പുകഴ്ത്തുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ എന്താ ചെയ്യണമെന്ന് അറിയാൻ. സാരല്ല, നമുക്ക് അടുത്ത പുകഴ്ത്തിൽ വാങ്ങാം. നീ അതെടുത്തിട്ട് പോവാം. നമുക്ക് ഒന്നുകൂടി നാടകാത്മക നോക്കാം. ഹൗസ് ദിസ് എന്ന് വെച്ചിട്ട് ഒന്നുകൂടി കൊണ്ട് കാണിക്കാം അവർക്ക്. ഓൾറെഡി ഒരു ലഞ്ച് കഴിച്ചുകൊണ്ട് ബൊഫയിൽ വന്നപ്പോഴേക്ക് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തീർന്നു. എന്നാലും അക്ഷയ് ഉണ്ടാക്കി തന്ന ബർഗറാ. ഞാൻ കുറെ നേരമായി നോക്കുന്നത് ഏതെങ്കിലും ഒരു മീനോ തിമിംഗലോ ഒക്കെ തുള്ളുന്ന കാണുമോ എന്നുള്ളത്. ഒറ്റ ഒന്നിനും കാണുന്നില്ല. ഇതെല്ലാം എവിടെ പോയിട്ടുണ്ടാവും? തിമിംഗലൊക്കെ അമ്മ വീട്ടില് വീട് കൂടുതൽ പോയിട്ടുണ്ടാവും. എന്റെ ധാരണയില് കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിംഗലങ്ങളൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുള്ളതൊക്കെയായിരുന്നു. പിന്നെ കുറെ പറക്കുന്ന ഫിഷുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ വിചാരിച്ചായിരുന്നു. ഒന്നും കാണുന്നില്ല, എംടി, ശൂന്യം. ഈ ക്രൂസിൽ ഏറ്റവും കൂടുതൽ റഷ്യൻസും പിന്നെ അർമേനിയ, ഈജിപ്ത് അങ്ങനെയുള്ള ഒരു ഏഷ്യൻ ബെൽറ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൂടുതൽ കേട്ടോ. ഞാൻ കുറെ പേരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. എല്ലാ നേരം ഫുഡ് തന്നെ, ഫുഡ് ഇഷ്ടംപോലെ ഫുഡ്, പിന്നെ ഡ്രിങ്ക്സ്, ഇതൊക്കെ തന്നെ ഈ ഇതിന്റെ ഉള്ളിലത്തെ മെയിൻ ലോകം. ന്യൂ ഇയർ വൈബ് ഓൾമോസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ ഈ റൂഫ് കണ്ടോ? രസം നോക്കിയേ. അതെ, ന്യൂ ഇയർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഇവിടുത്തെ തിയേറ്റർ, ഡൽഫി തിയേറ്റർ. എടോ, ഇവിടെ ഇന്ന് സർക്കസ് ഉണ്ട് ഞങ്ങൾക്ക്, പക്ഷെ ബുക്കിംഗ് കിട്ടിയില്ല, ഫുള്ളായി പോലും. കടലിൽ നമുക്ക് ചെലവുണ്ടാവുന്ന എങ്ങനെയാണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. കടലിലൊരു ചെലവിന്റെ വഴിയാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ട് മന്ദം പൊക്കോണ്ടിരിക്കുന്നത്. എലി പുന്നല് കണ്ട പോലത്തെ ചിരിയൊക്കെ. ഒരു ചുഴി ഉണ്ടാവുന്നുണ്ടോ? ഇതേ സംഭവം കാറ്റ് ഇങ്ങനെ വട്ടത്തിൽ മേലെ നിന്ന് ചുറ്റുമ്പോഴാണ് ഒറിജിനൽ ചുഴി ഉണ്ടാവുക. ഇതിലെ ജിമ്മ് വളരെ ആക്റ്റീവാണ്. നോക്കി എത്ര ആൾക്കാരെ ഓടുന്നു നോക്കി. ഞങ്ങൾക്ക് ഈ ക്രൂസിൽ നിന്ന് കിട്ടിയ ഒരു ചെങ്ങായിയാണ് മിസ്റ്റർ രാഹുൽ. രാഹുൽ നാട്ടിലായിട്ടായിരുന്നോ? കൊല്ലംകാരൻ. ഷാമ്പയിനൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അടിപൊളി. അത് 2 കുലുക്കി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ചീറ്റി അടിച്ചാലോ? ചെറിയൊരു പണി എനിക്കുണ്ട്, അത് കളയരുതെന്ന്. ഇത് കണ്ടോ? ഈ സാധനമൊക്കെ കണ്ടോ? ഇത് ഫുൾ രാഹുൽ സ്പെഷ്യൽ. രാഹുലിനെ മീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ബിരിയാണി, പിന്നെ ചോറും പയറും സംഭവങ്ങളൊക്കെ, പപ്പടം അടക്കമുള്ള സാധനം. എന്തായാലും പറയാ, ചോറ്, അതിനെല്ലാം ചോറ്, പരിപ്പ്, പയറായി പോയതാ. പിന്നെ താറാവ്,
അതുപോലെ ലോബ്സ്റ്റർ അടിപൊളി. നമ്മൾ ഇവിടെ ഒരു മലയാളിയൊക്കെ ഇട്ടപ്പോഴേക്ക് റേഞ്ച് മാറി. ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയാ? ഏതെങ്കിലും ടേബിളിൽ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അപ്പൊ ഇവർ ഫുള്ള് വൈബാക്കും. ആദ്യമായിട്ട് ക്രൂയിസിലെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഞങ്ങളും കുറച്ചില്ല, ഒരു ഷാമ്പയിൻ വാങ്ങി. വേറെ ലെവൽ. ഈ കപ്പലിന്റെ 2 ക്യാപ്റ്റന്മാരാണ് ആ നിൽക്കുന്നത്. അവരിപ്പോ ന്യൂ ഇയർ വിഷ് നൽകാൻ വേണ്ടി വന്നതാണ്. അവരെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ കപ്പലിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. അവര് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഡയലോഗ് Show me all the lights. Show me your love. Show me your power. Give you more and more. Listen up to the Magica. This is a magical night. Euribia. For all of you. Happy New Year! എല്ലാവരും ഇരുന്നിട്ട് ഷാമ്പയിൻ കുടിക്കുന്നു. അപ്പം ഞങ്ങളും കുറച്ചില്ല, ഞങ്ങളൊരു ഷാമ്പയിൻ വാങ്ങി. അതങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചീറ്റി കടലിലേക്ക് പോവുക കേട്ടോ. അത് നൈസായിട്ട് വേണം തുറക്കാനേ. ഇതിപ്പോ കണ്ടോ കണ്ടോ, ഇപ്പൊ ഒരു വെടിയുമ്പോക്കെ ഉണ്ടാവും. ചിലപ്പോ ചീറ്റി തെറിച്ച് എനിക്കിത് പൊട്ടിക്കുന്നതിന്റെ വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ. ഈശോയെ ഇത് പൊട്ടി തെറിക്കരുതേ. ഭയങ്കര ഗ്യാസ് എയർ ടൈറ്റ് ആയിട്ട് നിൽക്കാണ്. വിളിക്കില്ല ഭാഗ്യം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഇത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കുക ഈ സാധനം. അത് പോയ വഴിയുണ്ട് നീ പേടിച്ചു പോയി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വാവ്, ഹാപ്പി ന്യൂ ഇയർ 2025. ഐസിൽ ഉണ്ടാക്കിയേക്കാണ്, നമ്മുടെ റെസ്റ്റോറന്റിൽ വെച്ചേക്കുന്നതാണ്. പൊളി.
ഇയർ ഒക്കെ വൈബാക്കി ഞങ്ങൾ ഇത് അബുദാബിയിലെത്തി. ഇത് അബുദാബി പോർട്ടാണ്. സോ ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വൈൻഡപ്പിയാണ്. ബാക്കി അടുത്തതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചില്ല, എല്ലാ ദിവസവും റിപ്പീറ്റ് ആവട്ടല്ലോ വെച്ചിട്ടാണ്. സോ ഇതുപോലെ ഒരു ക്രൂയിസ് ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചോളൂ, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ. ഖത്തറിലെ കോസ്മോ ട്രാവൽസ് ആണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അവരെല്ലാ സൺഡേസിലും ഇതുപോലുള്ള ക്രൂയിസ് ട്രിപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വണ്ടറിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. സംഭവം അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നുപോലെ നമ്മുടെ ചാനലുണ്ട്.